നമസ്കാരം. ടോപ്പ് ടേഷേഴ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ അൽ മുക്താദിർ എന്ന ജ്വല്ലറിയുടെ നിക്ഷേപ തട്ടിപ്പിനെ കുറിച്ച് ഒരു വാർത്ത ഞങ്ങൾ ചെയ്തിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ ഞങ്ങൾ ഇന്നലെ നൽകിയിരുന്നു. എങ്കിലും അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത്. മറ്റു ജ്വല്ലറികൾ നടത്തുന്ന പോലെയുള്ള കച്ചവടമല്ലായിരുന്നു അൽ മുക്താദിർ ജ്വല്ലറി നടത്തിയിരുന്നത്. അവരുടെ കച്ചവടങ്ങളിലും മറ്റ് കാര്യങ്ങളിലും എല്ലാം തന്നെ പൊരുത്തക്കേടുകൾ കുറെ കാണുവാൻ സാധിച്ചിരുന്നു. ഈ ഒരു വിഷയത്തിന്റെ ബേസിലാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇവർക്ക് റെയ്ഡ് ഉണ്ടാവാൻ കാരണമായത്. മറ്റ് മുൻനിര മാധ്യമങ്ങളിൽ പോലും, മലയാളം മാതൃഭൂമി പോലുള്ള മുൻനിര പത്രങ്ങളിൽ പോലും അവരുടെ ഇനോഗ്രേഷൻ സംബന്ധിച്ച വാർത്തകൾ കൊടുത്തിരുന്നത് വലിയ വാർത്തകളായിട്ടാണ് കൊടുത്തിരുന്നത്. ഒരു പേജിൽ 1 കോടി രൂപയുടെ പരസ്യങ്ങൾ വരെ ഇവർ കൊടുത്തിരുന്നു. അതുപോലെ 5-6 മാധ്യമങ്ങളിലും പത്രങ്ങളിലും അതുപോലെ വിഷ്വൽ മീഡിയാസിലും എല്ലാം ഇവർ പരസ്യങ്ങൾ നൽകിയിരുന്നു. ഇവരുടെ ഷോപ്പുകൾ ഉദ്ഘാടനം ചെയ്യുന്ന സമയങ്ങളിലും അതുപോലെ ഇനോഗ്രേഷൻ അനുബന്ധിച്ചുമായിരുന്നു ഇവരുടെ ഈ പരസ്യങ്ങളെല്ലാം കൊടുത്തിരുന്നത്. 25-30 മാധ്യമങ്ങളിൽ പോലും ഒന്നിച്ച് ഒരു ദിവസങ്ങളിൽ പത്രങ്ങളിൽ പരസ്യം വരുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം 25 കോടി വരെ രൂപ അവർ ഒരു ദിവസം പരസ്യങ്ങൾക്കും മറ്റും ചെലവാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റെയ്ഡുകളെല്ലാം നടന്നതും അതുപോലെ തന്നെ ഇവർക്കെതിരെയുള്ള കാര്യങ്ങൾ നീങ്ങിയതും. ഇവർ ഗോൾഡ് കുറഞ്ഞ വിലയിൽ പണിക്കൂലി ഇല്ലാതെയാണ് ഗോൾഡ് കൊടുത്തിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കൂടുതൽ റെയ്ഡ് നടക്കുവാനും ചാൻസ് ഉണ്ടായത്. ഇവിടെ റെയ്ഡ് നടന്നതിലും അതുപോലെ തന്നെ പരിശോധനയിലും കണ്ടെത്തിയത് സാധാരണ സ്വർണത്തിന്റെ കൂടെ തന്നെ സ്വർണം തോന്നിക്കുന്നത് പോലെയുള്ള മറ്റെന്തോ ലോഹം അതിൽ ചേർക്കുന്നുണ്ടെന്നും അത് ശരീരത്തിൽ ധരിച്ചു കഴിഞ്ഞാൽ ചൊറിച്ചിൽ പോലെയുള്ള ഇൻഫെക്ഷൻസും അതുപോലെ മാരക രോഗങ്ങളും ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നാണ് മറ്റ് ജ്വല്ലറി ഉടമകൾ പറയുന്നത്. അപ്പൊ ഇതിന്റെ വിശദമായിട്ടുള്ള ഒരു ന്യൂസിലേക്കാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ആ വിശദമായ റിപ്പോർട്ടിലേക്ക് പോയിട്ട് വരാം. നമുക്ക് വിശദമായ വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുൻപായിട്ട് ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമന്റുകളായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഞങ്ങൾ കറക്റ്റ് മറുപടിയും നിങ്ങൾക്ക് നൽകുന്നതുമാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് വരാം. നമസ്കാരം. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനുഫാക്ചറിംഗ് ആൻഡ് ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പ് കേരളത്തിൽ പ്രവർത്തിക്കുന്ന മറ്റനേകം സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായാണ് ഈ അൽ മുക്താദിർ ജ്വല്ലറിയുടെ പ്രവർത്തനം. ഇതേക്കുറിച്ച് പരോക്ഷമായി ഞങ്ങൾ വാർത്ത ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ സ്വർണ്ണ വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ ഇവരുടെ വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന അവസ്ഥയെത്തി. ഒരിക്കലും അൽ മുക്താദിർ ജ്വല്ലറി നൽകുന്നത് പോലെയുള്ള വിലക്കുറവും മറ്റ് ആനുകൂല്യങ്ങളും ഒന്നും നൽകാൻ മറ്റൊരു ജ്വല്ലറികൾക്കും കഴിയില്ല. ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. മലയാള മനോരമയും മാതൃഭൂമിയും കേരള കൗമുദിയും ഉൾപ്പെടെയുള്ള മുൻനിര അച്ചടി മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അൽ മുക്താദിർ മിക്കവാറും ദിവസങ്ങളിൽ പരസ്യം നൽകുന്നുണ്ട്. അതും മുൻ പേജിലോ അതിന് തൊട്ടടുത്ത പേജിലോ ആയിരിക്കും ഈ പരസ്യങ്ങൾ. ഈ 3 പത്രങ്ങളിൽ മാത്രമല്ല മറ്റു പത്രങ്ങളിലും ഇവർ പരസ്യം നൽകുന്നുണ്ട്. KSRTC ബസ്സുകളിലുള്ള പരസ്യം വേറെ. മലയാള മനോരമയുടെ കേരളത്തിലെ 11 എഡിഷനുകളിൽ പരസ്യം ചെയ്യണമെങ്കിൽ 11 കോടി രൂപയാണ് നിരക്ക്. മാതൃഭൂമിയിലും കേരള കൗമുദിയിലും മലയാള മനോരമയേക്കാൾ നിരക്കൽപ്പം കുറയും. അങ്ങനെയാണെങ്കിൽ പോലും ഈ 3 പത്രങ്ങളിൽ മാത്രം പരസ്യം ചെയ്യുന്നതിന് ഏകദേശം 25 കോടി രൂപയെങ്കിലും ചിലവാകും ഒരു ദിവസത്തെ കണക്കാണിത്. ഇങ്ങനെ ഒരു ദിവസം മാത്രമല്ല, മാസത്തിൽ പല ദിവസങ്ങളിലും ഇവർ ഇത്തരത്തിൽ പരസ്യം ചെയ്യുന്നുണ്ട്. മറ്റു മാധ്യമങ്ങളിലേത് കണക്കാക്കാതെയാണ് ഏകദേശ കണക്കായ 25 കോടി രൂപ. 25 കോടി രൂപയുടെ പരസ്യം ഒരു ദിവസം കൊടുക്കണമെങ്കിൽ എത്ര കോടി രൂപയുടെ വിറ്റുവരവ ഇവർക്ക് ഒരു ദിവസം ഉണ്ടായിരിക്കണം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം, ഇവർ കൊടുക്കുന്ന വിശ്വസിക്കാനാവാത്ത സൗജന്യമാണ്. വിവാഹ ആഭരണങ്ങൾ വാങ്ങുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ വാങ്ങുന്ന സ്വർണത്തിന്റെ തൂക്കത്തിലുള്ള സ്വർണ്ണാഭരണങ്ങളാണ് 1ാം സമ്മാനം. വാങ്ങുന്ന സ്വർണത്തിന്റെ പകുതിയാണ് 2ാം സമ്മാനം. 3ാം സമ്മാനമാകട്ടെ വാങ്ങുന്ന സ്വർണത്തിന്റെ 1/4 ഭാഗവും. അതായത് 100 പവൻ സ്വർണം വാങ്ങുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ 1ാം സമ്മാനം കിട്ടിയാൽ 100 പവൻ തീർത്തും സൗജന്യമായി കിട്ടും. 2ാം സമ്മാനമായി 50 പവനും 3ാം സമ്മാനമായി 25 പവനും കിട്ടും. വിവാഹാവശ്യത്തിന് സ്വർണ്ണാഭരണം വാങ്ങുന്നവർ ഏറ്റവും കുറഞ്ഞത് 50 പവൻ സ്വർണമെങ്കിലും വാങ്ങും. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇത് വെച്ച് കണക്ക് കൂട്ടിയാൽ പോലും 1ാം സമ്മാനം 50 പവൻ, 2ാം സമ്മാനം 25 പവൻ, 3ാം സമ്മാനം 12.5 പവൻ, മൊത്തം 87.5 പവൻ. ഇന്നലെ സ്വർണ്ണവില പവന് 45,480 രൂപയാണ്. ഇത് വെച്ച് കണക്കാക്കിയാൽ പോലും 87.5 പവന് 39,79,500 രൂപ. പണിക്കൂലി കൂടാതെയുള്ള കണക്കാണിത്. ഇത്രയും തുകയ്ക്കുള്ള സ്വർണ്ണമാണ് ഇവർ തീർത്തും സൗജന്യമായി കൊടുക്കുന്നതത്രേ. ഇനി മൂന്നാമത്തേത്,
ഒരു ജൂവലറി നടത്തിക്കൊണ്ടു പോകാൻ മാസം വൻ തുക വേണം. ഇവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ തിരുവനന്തപുരം, കൊല്ലം, കരുനാഗപ്പള്ളി, എറണാകുളം, അങ്കമാലി, തൃശൂർ, മുംബൈ എന്നിവിടങ്ങളിലാണ് ഉള്ളത് എന്നാണ് പരസ്യങ്ങളിൽ കണ്ടിട്ടുള്ളത്. ഈ നഗരങ്ങളിലൊക്കെ ഇതുപോലൊരു ജൂവലറി നടത്തുന്ന കടകൾക്ക് വൻ തുക മാസവാടക കൊടുക്കേണ്ടി വരും. കനത്ത തുക ഡെപ്പോസിറ്റ് വേറെ. പിന്നെ ഏറ്റവും കുറഞ്ഞത് 10 ജീവനക്കാരെങ്കിലും വേണം ഓരോ ഷോറൂമുകളിലും. അവരുടെ ശമ്പളം, ഭക്ഷണം, മറ്റു ചെലവുകൾ. AC-യും അലങ്കാര വൈദ്യുതി ലൈറ്റുകളും ഒരു ദിവസം ചുരുങ്ങിയത് രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ, അതായത് 12 മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ 10,000 ഓരോ മാസവും വൈദ്യുതി ബില്ലിനത്തിൽ ചിലവാകും. അപ്പോൾ ഒരു ഷോറൂം നടത്തിക്കൊണ്ടു പോകാൻ ഒരു മാസം എത്ര ലക്ഷം രൂപ വേണമെന്ന് നിങ്ങൾ തന്നെ ഊഹിച്ചു നോക്കുക. പിന്നെ അൽ മുക്താദിർ ഗ്രൂപ്പിന്റെ കടകളിൽ നിന്ന് വാങ്ങുന്ന സ്വർണ്ണാഭരണങ്ങൾക്ക് വലിയ ഇളവാണ് പണിക്കൂലിയിൽ നൽകുന്നത്, അതായത് നാമമാത്രമായ പണിക്കൂലി. സ്വർണം എല്ലായിടത്തും ഒരേ വിലയാണ്. വിലയിൽ വളരെ നേരിയ വ്യത്യാസം ഉണ്ടാകുമെന്ന് മാത്രം. സ്വർണ്ണക്കടക്കാർക്കുള്ള ലാഭം പണിക്കൂലിയിലാണ്. ആ പണിക്കൂലി വേണ്ടെന്നാണ് അൽ മുക്താദിർ ജുവലറിയുടെ നിലപാട്. പിന്നെന്താണ് ഇവർക്ക് ഈ സ്വർണ്ണ കച്ചവടത്തിൽ ലാഭം? അതും നിങ്ങൾ ഊഹിച്ചു നോക്കുക. ഇനി ഇവർ നിരവധി ആളുകളിൽ നിന്ന് ബാങ്കുകൾ നൽകുന്നതിനേക്കാൾ കൂടിയ നിരക്ക് വാഗ്ദാനം ചെയ്ത് നിക്ഷേപം വാങ്ങുന്നുണ്ട്. നിക്ഷേപകർക്ക് കൊടുക്കുന്നത് പലിശയല്ല, മറിച്ച് ലാഭവിഹിതമാണെന്നാണ് ഇവരുടെ പക്ഷം. കോടികൾ മുടക്കി പരസ്യം, കട നടത്തിക്കൊണ്ടു പോകാനുള്ള ചെലവ്, യാത്രക്കാരുടെ ശമ്പളം, ഇതിനെല്ലാം പുറമെ നിക്ഷേപകർക്ക് ലാഭവിഹിതവും. അങ്ങനെയെങ്കിൽ ഇവർക്ക് ഒരു ദിവസം എത്ര കിലോ സ്വർണത്തിൻ്റെ വിൽപ്പന നടക്കണം? എത്ര പവൻ സ്വർണത്തിൻ്റെ വിൽപ്പന നടക്കണം? എത്ര കോടി രൂപയുടെ കച്ചവടം നടക്കണം? ഊഹിച്ചു നോക്കൂ. സ്വർണ്ണ വ്യാപാര രംഗത്ത് അൽ മുക്താദിർ ഗ്രൂപ്പ് വർഗീയതയുണ്ടാക്കുന്നു എന്നും വർഗീയത പറഞ്ഞ് ഇവർ വ്യാപാരം നടത്തുന്നു എന്നും ഇസ്ലാം മതവിശ്വാസികളായ സ്വർണ്ണ വ്യാപാരികൾ തന്നെ ആരോപിക്കുന്നു. ഇവരുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഹിന്ദുക്കളുടെ താലി പോലെയുള്ള ആഭരണങ്ങൾ വിൽക്കുന്നില്ലെന്നും മറ്റ് സ്വർണ്ണ വ്യാപാരികൾ പറയുന്നു. മാത്രമല്ല, ഹലാലായ സ്വർണ്ണമാണ് തങ്ങൾ വിൽക്കുന്നതെന്നും അത് മുസ്ലിം മതവിശ്വാസികൾക്ക് വേണ്ടിയാണ് കച്ചവടം നടത്തുന്നത് എന്നുമാണ് ഇവരുടെ പക്ഷം. മാത്രമല്ല, ഇസ്ലാം മതവിശ്വാസികൾ മാത്രമാണ് ഇവരുടെ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ. മറ്റു മതങ്ങളിലുള്ള ഒരാളും ഇവരുടെ സ്ഥാപനങ്ങളിൽ ജീവനക്കാരായി ഇല്ലത്രേ. സ്വന്തമായി സ്വർണ്ണാഭരണ നിർമ്മാണശാല ഉള്ളതുകൊണ്ടാണ് പണിക്കൂലി ഇല്ലാതെ ഇത്രയും വില കുറച്ച് സ്വർണം വിൽക്കാൻ കഴിയുന്നത് എന്നാണ് അൽ മുക്താദിർ ഉടമകളുടെ വാദം. അങ്ങനെയാണെങ്കിൽ കല്യാണും, ഭീമയും, മലബാർ ഗോൾഡും ഒക്കെ പോലെയുള്ള ജുവലറികൾക്കും സ്വർണ്ണാഭരണ നിർമ്മാണശാല സ്വന്തമായുണ്ട്. അവർക്ക് എന്തുകൊണ്ടാണ് ഇത്രയും വില കുറച്ച് സ്വർണം വിൽക്കാൻ സാധിക്കാത്തത് എന്നുകൂടി ഉപഭോക്താക്കൾ ചിന്തിക്കണം. ഇസ്ലാം മതവിശ്വാസികളിൽ മതബോധം ഉണർത്തിയാണ് ഇവരുടെ കച്ചവടമെന്ന് സംശയമില്ലാതെ പറയാം. അതിനും തെളിവുകൾ നിരവധിയുണ്ട്. അൽ മുക്താദിറിന്റെ ഉടമ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം, അദ്ദേഹത്തിന്റെ വേഷവിധാനത്തിന്റെ ഭാഗമായ തൊപ്പി ബഹുമാന്യരായ പാണക്കാട് തങ്ങൾമാരെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഡോക്ടർ പദവിയൊക്കെ കാശുണ്ടെങ്കിൽ ആർക്കും കിട്ടുന്നതാണ്. ഏത് വിഷയത്തിലാണ് ഇദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടിയത് എന്നറിയില്ല. ഇവരുടെ സ്ഥാപനങ്ങളുടെ പേരുകൾ അൽ കബീർ, അൽ നൂർ, അൽ ഫത്ത, അൽ റസാഖ്, അൽ അലീം, അൽ കരീം, അൽ ലത്തീഫ്, അൽ റഹീം, അൽ റഹ്മാൻ എന്നിങ്ങനെ നീണ്ടുപോകുന്നു. മാത്രമല്ല, ഇവരുടെ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടന ചടങ്ങുകളിലും മറ്റും മുസ്ലിം പുരോഹിതന്മാരെ അതിഥികളായി പങ്കെടുപ്പിക്കും. ഇതെല്ലാം ഇസ്ലാം മതവിശ്വാസികളെ തങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള വെറും തന്ത്രം മാത്രമാണ്. ഇനി നമുക്ക് കുറച്ച് പിന്നിലേക്ക് പോകാം. ലോകത്ത് പറ്റിക്കപ്പെടാൻ ഏറ്റവും എളുപ്പം മലയാളികളെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആട്, തേക്ക്, മാഞ്ചിയം, ടോട്ടൽ ഫോർ യു, റൈസ് പുള്ളർ, ഇരുതലമുരി, നക്ഷത്രാമ ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. നിരവധി വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു ധനകാര്യ സ്ഥാപനമായിരുന്നു പോപ്പുലർ ഫിനാൻസ്. ഏകദേശം 2000 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ പോപ്പുലർ ഫിനാൻസ് ഇന്നില്ല. നിക്ഷേപകരുടെ പണം നഷ്ടപ്പെട്ടു. ഉടമകൾ കുറേ ദിവസം റിമാൻഡിൽ കഴിഞ്ഞു, പിന്നെ പുറത്തിറങ്ങി. തട്ടിപ്പ് നടത്തിയ പണമൊക്കെ അവർ സുരക്ഷിതമായി ബിനാമികളുടെ പേരിൽ നിക്ഷേപിച്ചു. വലിയ മേളത്തോടെ വന്ന അവതാർ ഗോൾഡും ഇന്നില്ല. സാധാരണക്കാരിൽ നിന്നും നിക്ഷേപങ്ങൾ സമാഹരിച്ച് അവതാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് എന്ന സ്ഥാപനം പൂട്ടി ഉടമകളായ യു അബ്ദുള്ളയും 2 സഹോദരങ്ങളും മുങ്ങിയത് 2016-ൽ. മെഗാസ്റ്റാർ മമ്മൂട്ടിയായിരുന്നു അവതാർ ഗോൾഡിന്റെ ബ്രാൻഡ് അംബാസഡർ. അദ്ദേഹത്തിന് ഇതൊരു പറ്റിപ്പ് പ്രസ്ഥാനമാണ് എന്നൊന്നും അറിയില്ലായിരുന്നു. മമ്മൂട്ടി ചെയ്തത് അദ്ദേഹത്തിന്റെ തൊഴിൽ മാത്രമാണ്. അൽ മുക്താദിറിന്റെ ഉടമ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം റോൾസ് റോയ്സിലും ഹെലികോപ്റ്ററിലുമൊക്കെ സഞ്ചരിക്കുന്നതും അനുചരന്മാർ താണു വണങ്ങി നിൽക്കുന്നതുമൊക്കെയായ ദൃശ്യങ്ങളും ചിത്രങ്ങളുമൊക്കെ ഇവർ തന്നെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതും ഒരു തന്ത്രമാണ്, നിക്ഷേപകരെ വീഴ്ത്താനുള്ള 3ാം കിടത്തന്ത്രം. ടോട്ടൽ ഫോർ യു തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി ശബരിനാഥ് പിടിയിലാകുമ്പോൾ BMW-യും ഔഡിയും മെഴ്സിഡസ് ബെൻസും ജാഗ്വാറും ഉൾപ്പെടെയുള്ള നിരവധി ആഡംബര വാഹനങ്ങൾ അയാളുടെ ഗ്യാരേജിലുണ്ടായിരുന്നു. അമിത ലാഭം വാഗ്ദാനം ചെയ്ത് ആൾക്കാരിൽ നിന്ന് പണം വാങ്ങിയ ശബരിനാഥ് കൃത്യമായി ലാഭവിഹിതം നിക്ഷേപകർക്ക് നൽകിയിരുന്നു. അത് മറ്റൊരു തന്ത്രമാണ്, കൂടുതൽ നിക്ഷേപകരെ വലയിൽ വീഴ്ത്താനുള്ള തന്ത്രം. അൽ മുക്താദിറിന്റെ വളർച്ച വെറും 4 കൊല്ലങ്ങൾ കൊണ്ടായിരുന്നു. പല പേരുകളിൽ സ്ഥാപനങ്ങളുണ്ടെന്ന് പത്രങ്ങളിൽ പരസ്യം ചെയ്തിട്ട് ഒരേ സ്ഥാപനത്തിൽ തന്നെ 3 സ്ഥാപനങ്ങളുടെ പേരുകൾ വെച്ചിട്ടുണ്ട് അൽ മുക്താദിർ.
ഇതുതന്നെ തട്ടിപ്പിന്റെ ഏറ്റവും വലിയ തെളിവാണ്. മാധ്യമങ്ങളിൽ പരസ്യം കാണുന്നവർ ഇവർക്ക് നിരവധി ബ്രാഞ്ചുകൾ ഉള്ളതായി തെറ്റിദ്ധരിക്കും. കോട്ടയം, കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ, മലപ്പുറം, പത്തനംതിട്ട, ആലപ്പുഴ, കല്ലമ്പലം, ഉത്തർപ്രദേശ്, ഡൽഹി, ചെന്നൈ, കോയമ്പത്തൂർ, ബാംഗ്ലൂർ, ഷാർജ, ദുബായ്, UK എന്നിവിടങ്ങളിൽ അൽ മുക്താദിറിന്റെ പുതിയ ഷോറൂമുകൾ ഉടൻ തുറക്കും എന്ന് മാധ്യമങ്ങളിൽ പരസ്യം ചെയ്തിട്ടുണ്ട്. ഇതും നിക്ഷേപകരെ ആകർഷിക്കാനുള്ള ഒരു തന്ത്രമാണ്. അൽ മുക്താദിറിന്റെ ജൂവലറികളിൽ നിന്ന് വിൽക്കുന്ന സ്വർണ്ണാഭരണങ്ങളിൽ മായമുണ്ടെന്നും വില കുറഞ്ഞ മറ്റെന്തോ ലോഹം ആഭരണങ്ങളിൽ ചേർക്കുന്നുണ്ടെന്നും ഈ ലോഹം ചേർന്ന ആഭരണം ധരിച്ചാൽ ക്യാൻസറും ചൊറിച്ചിലും ഉണ്ടാകുമെന്നും മറ്റൊരു ജൂവലറി ഉടമ ഇന്നലെ ആരോപിച്ചിരുന്നു. എന്തായാലും നിക്ഷേപകർ കരുതിയിരിക്കുക, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഇതിന്റെ വിശദമായ റിപ്പോർട്ട് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇതിന്റെ സത്യാവസ്ഥ നിങ്ങളുടെ മുമ്പിലേക്ക് കൂടുതൽ എത്തിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിച്ചത്. ഇന്നലെ ഞങ്ങൾ സംപ്രേഷണം ചെയ്ത ആ ന്യൂസിൽ കുറച്ച് ഡീറ്റെയിൽസ് ഞങ്ങൾ കൊടുത്തിരുന്നു. അതിന്റെ ആനുപാതികമായിട്ടുള്ള കുറച്ചും കൂടി ക്ലാരിറ്റി കൂടുതലുള്ള ന്യൂസാണ് ഞങ്ങൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ഇത് ഇവരുടെ ഇനോഗ്രേഷൻ സംബന്ധിച്ച് 1 വർഷം മുമ്പ് വന്നൊരു ന്യൂസാണ്. ഈ ന്യൂസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവരുടെ കച്ചവടം, സ്വർണ്ണ കച്ചവടം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിന്റെ ബേസിലാണ് ഈ ന്യൂസ് എല്ലാം വന്നിരുന്നത്. അതുപോലെ തന്നെയാണ് ഈ ന്യൂസ് ഇപ്പോൾ സത്യമാകുന്ന രീതിയിലാണ് ഈ വാർത്തകളെല്ലാം വന്നിരിക്കുന്നത്. റെയ്ഡിന്റെ സംബന്ധമായി ഇവരുടെ കേരളത്തിലെ 30 ഷോറൂമുകളാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി അത് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. അവിടെയൊന്നും സ്വർണ്ണങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള മണ്ടത്തരങ്ങളിൽ നമ്മൾ ചെന്ന് ചാടുക, മലയാളികളാണ് കൂടുതലും ഇതിലൊക്കെ ചെന്ന് ചാടുക. അതുകൊണ്ട് തന്നെ കൂടുതൽ ലാഭം അവിടെ കിട്ടുന്നു, അവിടെ എന്തെങ്കിലും നമ്മളെ കബളിപ്പിക്കുന്ന മറ്റ് കാര്യങ്ങളുണ്ടോ എന്ന് ചിന്തിക്കാതെ നമ്മൾ നേരെ ചെന്ന് ചാടുക ഇതുപോലെയുള്ള അബദ്ധങ്ങളിലായിരിക്കും. അതുകൊണ്ട് ഇനിയും നമ്മുടെ ക്യാഷ് കൊണ്ട് കളയാതെ ഇതുപോലെ നമ്മൾ ക്യാഷുകൾ എവിടെയെങ്കിലും നിക്ഷേപിക്കുമ്പോഴും കൂടുതൽ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഓഫറുകളും മറ്റും കണ്ടിട്ട് അത് വിലയിരുത്തുക. വിലയിരുത്തിയ ശേഷം അതിന്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയാണ് ചിന്തിച്ച ശേഷം മാത്രമാണ് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ പാടുള്ളൂ എന്നാണ് ഡോക്ടർ ഷെസ് നിങ്ങളോട് അഭിപ്രായപ്പെടുന്നത്. ഡോക്ടർ ഷെസിന്റെ മറ്റൊരു എപ്പിസോഡുമായി ഞങ്ങൾ വരുന്നവരേക്കും ഞങ്ങൾ ഇന്ന് വിട പറയുകയാണ്. ഇറ്റ്സ് മീ സൈനിങ് ഓഫ്, ഡോക്ടർ ഷെസ്.